ആ ചാൻസ് നഷ്ടപ്പെട്ടു പോവുകയുണ്ടായത്. എൻ്റെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹം ഒരു ടെക്നിക്കൽ ജോലി, ടെക്നിക്കൽ സെക്ടറിൽ ഗവൺമെൻറ് സർവീസിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യുക എന്ന് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ, ഈ പഠനം പൂർത്തീകരിച്ച് ഇതൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളത് വളരെ ആശങ്ക നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. അങ്ങനെ ജോലിക്കിടയിലും നമുക്ക് ഈ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് ഒരു ദിവസം മിനിമം 7 മണിക്കൂർ പഠിക്കാൻ വേണ്ടി അവൈലബിൾ ആയിരുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ജോലി എന്ന് പറയുന്നത് ഈ എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻട്രി ആപ്പിൽ ആദ്യം ജോയിൻ ചെയ്യുന്നത്. എനിക്ക് അന്ന് എൻട്രി ആപ്പിനെ പറ്റി യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ അവിടെ നിന്ന് 2 വർഷക്കാലം എൻട്രി ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തു. എനിക്ക് അന്ന് ലഭിച്ച നോട്ടുകൾ എടുത്തു പറയുകയാണെങ്കിൽ അവിടുത്തെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു സാറിൻ്റെ നോട്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലെ തെർമൽ, ഫ്ലൂയിഡ് സബ്ജക്റ്റുകളിലൊക്കെ പുള്ളി തന്നിരുന്ന നോട്ട് തീർത്തും എടുത്തു പറയുകയാണെങ്കിൽ അത്രയും നല്ല ക്ലാസ്സുകളായിരുന്നു, അത്രയും നല്ല നോട്ട്സ് ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ട തിയറികളുടെ സോഴ്സ് നോക്കുമ്പോൾ എൻട്രി ആപ്പിലെ നോട്ട്സ് വളരെ സിമ്പിളായിട്ട് ആ തിയറികളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. അതിലെനിക്ക് എൻട്രി ആപ്പിനോട് വളരെയധികം നന്ദിയുണ്ട്. അതിലെ അധ്യാപകരോട് നേരിട്ട് ഈ നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായില്ല. അത് ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. നമസ്കാരം. എൻ്റെ പേര് ശ്രീനാഥ്. എൻ്റെ സ്വദേശം തൃശ്ശൂർ ജില്ലയിലെ കുറുക്കഞ്ചേരി പനമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ അടുത്ത് AMVI റാങ്ക് പട്ടിക PSC പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിൽ 12ാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഭാര്യ, ഒരു മകൻ ആണുള്ളത്. ഞാൻ നിലവിൽ ആരോഗ്യവകുപ്പിൽ LD ക്ലർക്ക് തസ്തികയിലാണ് ജോലി ചെയ്തു വരുന്നത്. ഞാൻ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നത് 2019 ഏപ്രിൽ മാസം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ഭാഗമായാണ്. 1.5 വർഷത്തോളം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ജോലി ചെയ്തതിന് ശേഷം ആരോഗ്യവകുപ്പിലെ LD ക്ലർക്ക് തസ്തികയിലേക്ക് മാറുകയായിരുന്നു. കഴിഞ്ഞ 4 വർഷത്തോളമായി ഞാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ LD ക്ലർക്ക് തസ്തികയിൽ ജോലി ചെയ്തു വരുന്നു. 2013 ഞാൻ BTech കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം AMVI എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. 2015 നോട്ടിഫിക്കേഷൻ AMVIയിൽ ഞാൻ ഇതുപോലെ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നെങ്കിലും അന്നത്തെ ക്വാളിഫിക്കേഷൻ നോംസ് പ്രകാരം 1 വർഷത്തെ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് കമ്പൽസറി ആയിരുന്നു. പക്ഷെ ആ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യാൻ പോയിരുന്നു. പക്ഷേ ആ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് എനിക്ക് 1 വർഷത്തെ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്ത കാരണത്താൽ ആ ചാൻസ് നഷ്ടപ്പെട്ടു പോവുകയുണ്ടായത്. തുടർന്ന് ഞാൻ MTech ജോയിൻ ചെയ്തു, MTech കംപ്ലീറ്റ് ചെയ്തു. പിന്നീടും ടെക്നിക്കൽ ജോലികളിലേക്ക് പ്രവേശിക്കണം എന്നത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ മറ്റ് ടെക്നിക്കൽ ജോലികളിലുള്ള സാധ്യത കുറവ്, പിന്നെ നാട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം. അതുകൊണ്ടാണ് പിന്നീട് ഞാൻ ജനറൽ PSCയിലേക്ക് കടക്കുകയുണ്ടായത്. 1-2 വർഷം ജനറൽ PSC ട്രൈ ചെയ്ത് LD ക്ലർക്ക് തസ്തികയിൽ ജോലി പ്രവേശിച്ചിരുന്നെങ്കിലും എൻ്റെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹം ഒരു ടെക്നിക്കൽ ജോലി, ടെക്നിക്കൽ സെക്ടറിൽ ഗവൺമെൻറ് സർവീസിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യുക എന്ന് തന്നെയായിരുന്നു. അങ്ങനെ 2020 ഞാൻ എൻട്രി ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. 2020 മുതൽ എൻട്രി ആപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കോഴ്സുകൾ പഠിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2022 ഡിസംബർ മാസം ആണ് AMVI നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിന് എലിജിബിൾ ആയതുകൊണ്ട് ഈ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഒഴിവാക്കി എലിജിബിൾ ആയതുകൊണ്ട് എക്സാമിന് അന്ന് അപ്ലൈ ചെയ്തു. തുടർന്ന് ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ ആ ഒരൊറ്റ എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യുകയായിരുന്നു. മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ ആൻഡ് ജോബ് റിലേറ്റഡ് ആയിരുന്നു സിലബസ്. ഞാൻ മെക്കാനിക്കൽ സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ പിന്നീട് ഈ AMVIയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് AMVIയുടെ സിലബസ് അനുസരിച്ചുള്ള കോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അതിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് ഉണ്ടായത്. തുടർന്ന് 2022 ഡിസംബർ മാസം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞു. ഒരു മകനുണ്ടായിരുന്നു. മകന് 4 മാസം പ്രായമാണുള്ളത്. അപ്പോൾ എനിക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ, ഈ പഠനം പൂർത്തീകരിച്ച് ഇതൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളത് വളരെ ആശങ്ക നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഞാൻ ഈ വിഷയം എൻ്റെ വീട്ടിൽ അവതരിപ്പിക്കുന്നത്. അന്ന് വിവാഹം കഴിഞ്ഞ് ഒരു 1.5 വർഷക്കാലമേ ആയിട്ടുള്ളൂ. എനിക്കൊരു മകനുണ്ടായിരുന്നു. മകന് 4 മാസം പ്രായമായിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഭാര്യയോട് ഈ വിഷയം അവതരിപ്പിച്ചു.
അതിനുശേഷം അമ്മയോട് ഈ വിഷയം അവതരിപ്പിച്ചു. അപ്പോൾ എന്നെ തീർത്തും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് വളരെയധികം സപ്പോർട്ടീവായിട്ട് എൻ്റെ ഭാര്യയും അമ്മയും എൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ് ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത്. കാര്യം പറഞ്ഞാൽ 4 മാസം പ്രായമുള്ളൊരു കുട്ടി, വൈഫ് ഷീസ് എ ഡോക്ടർ, BDS കംപ്ലീറ്റ് ചെയ്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിനിടയ്ക്കാണ് ഡെലിവറി കഴിഞ്ഞത്. കോഴിക്കോട് മുക്കം KMCT കോളേജിലാണ് പുള്ളിക്കാരി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, മീൻസ് ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസം സ്റ്റാർട്ട് ചെയ്തു. അവിടെ കുട്ടിയെ നോക്കാൻ അമ്മ തയ്യാറാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഈ ഭാര്യയും അമ്മയും എനിക്ക് പൂർണ്ണ പിന്തുണ നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്ന ഞാൻ എൻ്റെ മകനെ ഇവരുടെ 2 പേരുടെ അടുത്ത് വിശ്വസിച്ചാക്കി തിരുവനന്തപുരത്ത് ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠനം തുടരുകയാണ് ഉണ്ടായത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഈ പഠനം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ് സർവൻറ്റിനെ സംബന്ധിച്ച് 10 to 5 അതായിരുന്നു ഓഫീസ് ടൈം. 10 to 5 ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെ മോർണിംഗ് തന്നെ ഒരു 3 മണിക്കൂർ പഠിക്കാൻ മിനിമം 3 മണിക്കൂർ അവൈലബിൾ ആവും. അത് കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തി കഴിഞ്ഞാൽ മിനിമം 3-4 മണിക്കൂർ അവൈലബിൾ ആവും. അങ്ങനെ ജോലിക്കിടയിലും നമുക്ക് ഈ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് ഒരു ദിവസം മിനിമം 7 മണിക്കൂർ പഠിക്കാൻ വേണ്ടി അവൈലബിൾ ആയിരുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ജോലി എന്ന് പറയുന്നത് ഈ എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. പിന്നെ തുടർന്ന് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് പിന്നെ പഠനം കംപ്ലീറ്റ് കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് എക്സാമിന് ഒരു മാസം മുന്നേ ലീവ് എടുത്ത് പഠിക്കുകയാണ് ഉണ്ടായത്. പഠിച്ചു. പിന്നെ ദൈവാനുഗ്രഹം, എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2019 ഏപ്രിൽ 2020 ജൂലൈ ഈ സമയത്തായിരുന്നു ഞാൻ ഫയർഫോഴ്സിൽ വർക്ക് ചെയ്തിരുന്നത്. ഫയർഫോഴ്സിൽ നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ആദ്യത്തെ 1 വർഷക്കാലം ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ ആ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് മറ്റ് പഠനത്തിനോ അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിനോ ഒട്ടും തന്നെ സമയം കിട്ടാത്തൊരു സമയമായിരുന്നു. അതിനുശേഷം 2020 ജൂലൈ മാസമാണ് LD ക്ലർക്ക് തസ്തികയിൽ അഡ്വൈസ് ലഭിക്കുന്നത്. അങ്ങനെ 2020 ജൂലൈ ഞാൻ LD ക്ലർക്ക് തസ്തികയിൽ തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലെ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ആണ് ഞാൻ എൻട്രി ആപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങുന്നത്. ആ സമയത്താണ്, അതായത് 2020 ജൂലൈ മാസത്തിന് ശേഷമാണ് എനിക്ക് ടെക്നിക്കൽ ജോലികളിലേക്കുള്ള പ്രിപ്പറേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ആലോചിക്കുന്നത്. അങ്ങനെ ഞാൻ ആലോചിച്ച് എനിക്ക് എൻ്റെ ലഭ്യമായ ഫ്രണ്ട്സുമായിട്ട് ചർച്ച ചെയ്തു, ലഭ്യമായ വീഡിയോസ് സോഴ്സ് എല്ലാം അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻട്രി ആപ്പിൽ ആദ്യം ജോയിൻ ചെയ്യുന്നത്. എനിക്ക് അന്ന് എൻട്രി ആപ്പിനെ പറ്റി യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ അവിടെ നിന്ന് 2 വർഷക്കാലം എൻട്രി ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തു. എനിക്ക് അന്ന് ലഭിച്ച നോട്ടുകൾ എടുത്തു പറയുകയാണെങ്കിൽ അവിടുത്തെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു സാറിൻ്റെ നോട്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലെ തെർമൽ ഫ്ലൂയിഡ് സബ്ജക്റ്റുകളിലൊക്കെ പുള്ളി തന്നിരുന്ന നോട്ട് തീർത്തും എടുത്തു പറയുകയാണെങ്കിൽ അത്രയും നല്ല ക്ലാസ്സുകളായിരുന്നു, അത്രയും നല്ല നോട്ട്സ് ആയിരുന്നു. അതായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. ഞാൻ ഈ ടെക്നിക്കൽ എക്സാമുകൾക്ക് വേണ്ടി ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് 2013-14 കാലഘട്ടത്തിൽ ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ്. അങ്ങനെ ഗേറ്റ് പ്രിപ്പറേഷൻ്റെ സമയത്താണ് എനിക്ക് ടെക്നിക്കൽ ജോബിനോടോ അല്ലെങ്കിൽ ടെക്നിക്കൽ സബ്ജക്റ്റിനോടോ ഒരു താല്പര്യം വരുന്നത്. ഞാനൊരു ഏവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതായത് BTech പഠിച്ചിറങ്ങുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ നമ്മുടെ നാട്ടിലെ BTech കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാ സ്റ്റുഡൻസിനെ പോലെ ഒരു ഏവറേജ് അല്ലെങ്കിൽ ബിലോ ഏവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് മെക്കാനിക്കൽ ടെക്നിക്കൽ സബ്ജക്റ്റിനെ പറ്റി ചെറിയൊരു നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ ഗേറ്റ് കോച്ചിങ്ങിന് പോയതിന് ശേഷമാണ് എനിക്ക് ഈ ടെക്നിക്കൽ സബ്ജക്റ്റുകളോട് ഒരു താല്പര്യം വന്നത്. ഞാൻ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചത്. പിന്നീട് അവിടെ നിന്ന് MTech കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എങ്കിലും ഞാൻ പിന്നീട് ജനറൽ എക്സാമുകളിലേക്ക് കടന്നതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ടെക്നിക്കൽ സബ്ജക്റ്റുകളോട് ഒരു ഗ്യാപ്പ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ തിരിച്ചെനിക്കൊരു തിരിച്ചൊരു സ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് തന്നത് എൻട്രി ആപ്പിൽ നിന്നാണ്. അതിലെ മുഹമ്മദ് റിയാസ് സാറിൻ്റെ ആ ക്ലാസ്സുകൾ എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സ്റ്റാർട്ടിങ്ങിന് അത്രയും നല്ല ക്ലാസ്സും അത്രയും നല്ല നോട്ട്സും എനിക്ക് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ലഭ്യമായതാണ്. എനിക്ക് ടെക്നിക്കൽ സബ്ജക്റ്റിലേക്ക് വീണ്ടും ഒരു എൻട്രി ചെയ്യാനും അതിലെനിക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് വരാനും ഏറ്റവും അധികം പ്രയോജനപ്പെട്ടത്.
തുടർന്ന് ഞാനൊരു 2 വർഷത്തോളം 2020 ഡിസംബർ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത്. 2022 വരെ ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടർന്നു വന്നു. നിരന്തരം ക്ലാസ്സുകൾ കേട്ടിരുന്നു, നോട്ടുകൾ പ്രിപ്പയർ ചെയ്തിരുന്നു. ഈ പറഞ്ഞ പോലെ ഓഫീസ് ടൈം കഴിഞ്ഞ് വരുന്ന സമയം, ഓഫീസിൽ പോകുന്നതിന് മുന്നുള്ള സമയവും ആണ് ഞാൻ ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തിയിരുന്നത്. ഒരുപാട് ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു, ആ സമയമൊക്കെ ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തിയിരുന്നു. അന്ന് എക്സാമൊന്നും അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നില്ല. കാരണം അന്ന് ഈ കോവിഡൊക്കെ കൂടിയിരുന്ന സമയം, അന്ന് PSC നോട്ടിഫിക്കേഷനുകളൊക്കെ വളരെ കുറവായിരുന്നു. പിന്നീട് ഈ AMV നോട്ടിഫിക്കേഷൻ വരുന്നത്, AMV മാത്രമല്ല ഒരുപാട് എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വന്നു. അതിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് AMV ആയിരുന്നു. കാരണം എനിക്ക് ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്ത് പരാജയപ്പെട്ടു പോയ എൻ്റെ ഒരു ഡ്രീം ജോബായിരുന്നു AMV എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ പിന്നെ എന്തുകൊണ്ടും ആ ജോബിനോട് എൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും താല്പര്യം പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ AMVയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. മറ്റുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി മെക്കാനിക്കൽ സിലബസ് ആയിരുന്നു. AMVയിൽ മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, പിന്നെ ജോബ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് AMVയിൽ കോൺസെൻട്രേറ്റ് ചെയ്താലേ അത് കിട്ടൂ എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ AMV സബ്സ്ക്രൈബ് ചെയ്യുന്നത്, AMVയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അന്ന് ആ എൻട്രി ആപ്പിൽ മുഹമ്മദ് റിയാസ് സാറിൻ്റെ ആയാലും മറ്റുള്ള അധ്യാപകരുടെ ആയാലും മുഴുവൻ ക്ലാസ്സുകൾ കേൾക്കാനുള്ള സമയം എനിക്ക് ലഭിച്ചിരുന്നില്ല. കാരണം ഈ ജോലി, ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചു. അതും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. കാരണം ക്ലാസ് ഇല്ലാതെ തന്നെ നോട്ട്സ് വളരെ വളരെ ലളിതമായ നോട്ട്സ്, നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന നോട്ട്സ് ആയിരുന്നു അത്. അതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു തിയറി ക്ലാസ് എടുത്തതിന് ശേഷം ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്ന രീതി ആയിരുന്നില്ല അവിടുത്തെ. കാരണം ഒരു എക്സാമിന് വരാൻ ചാൻസ് ഉള്ള PSC ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ, ആ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടായിരുന്നു ഇവർ തിയറി സബ്ജക്റ്റ് നമുക്ക് എടുത്തു തന്നിരുന്നത്. അതുകൊണ്ട് ഒരു എക്സാമിന് നമുക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ഏതാണോ അത് മാത്രം നമുക്ക് പഠിക്കേണ്ട അത്യാവശ്യം വരുള്ളൂ. അതൊരു ഏവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. കാരണം അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ആയാസകരമായ കാര്യമേ അല്ല, വളരെ ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് ആയിട്ട് മാറിയത് അവിടെ നിന്നാണ്. അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, എനിക്ക് ലഭ്യമായ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും സാധിച്ചു. ആ ഒരു മെത്തേഡ്, ആ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് എൻട്രി ആപ്പിലെ ആ അധ്യാപകരുടെ അവരുടെ അഭിപ്രായത്തിൽ നിന്ന്. അങ്ങനെ അതിൻ്റെ ബേസ് ചെയ്ത് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അതിന് വേണ്ട തിയറികൾ ഞാൻ പഠിച്ചു. അപ്പോൾ അതിന് വേണ്ട തിയറികളുടെ സോഴ്സ് നോക്കുമ്പോൾ എൻട്രി ആപ്പിലെ നോട്ട്സ് വളരെ സിമ്പിളായിട്ട് ആ തിയറികളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. വളരെ സിമ്പിളായിട്ട് അത് പഠിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ വളരെ ആയാസകരമായ രീതിയിൽ എനിക്ക് ഒരു മാസത്തെ ലീവ് മാത്രമേ ജോലിയിൽ നിന്ന് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി. ബാക്കിയെല്ലാം ഞാൻ ജോലിക്കിടയിലും തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടുള്ള യാത്രക്കിടയിലൊക്കെയാണ് ഞാൻ ഈ പഠനത്തിന് സമയം കണ്ടെത്തിയിരുന്നത്. കോഴിക്കോടായിരുന്നു എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് എനിക്ക് എല്ലാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ യാത്ര ചെയ്ത് വരണം, ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലല്ലാണ്ട്. ഇതിനിടയ്ക്ക് എനിക്ക് ഈ ഓൺലൈൻ ക്ലാസ്സുകളായതുകൊണ്ട് നമ്മൾ ഈ യാത്രക്കിടയിൽ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അത് വളരെയധികം പ്രയോജനപ്പെട്ടു. പിന്നെ പറഞ്ഞാൽ ഇവിടെ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. റെക്കോർഡഡ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ കാണാൻ സാധിച്ചു. അങ്ങനെ ക്ലാസ്സുകൾ ക്രാക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെയാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിച്ചത്. അതിലെനിക്ക് എൻട്രി ആപ്പിനോട് വളരെയധികം നന്ദിയുണ്ട്. അതിലെ അധ്യാപകരോട് നേരിട്ട് ഈ നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായില്ല. അത് ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. പുതുതായി ടെക്നിക്കൽ എക്സാമുകളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു തരത്തിലും മടിക്കേണ്ട ആവശ്യമില്ല ടെക്നിക്കൽ എക്സാമുകളിലേക്ക് കടന്നു വരാൻ. നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ജനറൽ എക്സാമുകളിൽ ട്രൈ ചെയ്യണോ അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സാമുകളിൽ ട്രൈ ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ടായിരിക്കും. കാരണം ജനറൽ എക്സാമുകളിലാണ് ഒരുപാട് വേക്കൻസികളുള്ളത്. നമ്മൾ സമൂഹത്തിൽ നോക്കുമ്പോൾ കൂടുതൽ ആളുകളും ട്രൈ ചെയ്യുന്നത് ജനറൽ എക്സാമുകളായിരിക്കും. വേക്കൻസിക്ക് അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് ജനറൽ എക്സാമുകളായിരിക്കും. അങ്ങനെ സ്വാഭാവികമായിട്ടും ആ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനും ജനറൽ എക്സാമുകളിലേക്ക് കടന്നു ചെന്നത്. പക്ഷേ പിന്നീട് ടെക്നിക്കൽ എക്സാമിന് ട്രൈ ചെയ്ത് തുടങ്ങിയ അവസരത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജനറൽ എക്സാം ട്രൈ ചെയ്യുന്ന എഫേർട്ട് പോലും നമുക്ക് ടെക്നിക്കൽ എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ട എന്നുള്ള ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ എക്സാമുകളിൽ നമ്മൾ BTECന് പഠിച്ച കംപ്ലീറ്റ് സിലബസ് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമില്ല. ടെക്നിക്കൽ എക്സാമുകളിൽ PSC ഏത് രീതിയിലാണോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അത് കൃത്യമായി ആ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമായ തിയറികൾ പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിനാവശ്യമായ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലായിരിക്കണം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അത് ഈ എൻട്രി പോലുള്ള ആപ്പുകളിൽ കൃത്യമായിട്ട് തന്നെ അതിൽ അധ്യാപകർ നമുക്ക് ഡയറക്ഷൻ തരുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിനാവശ്യമായിട്ടുള്ള തിയറികൾ പഠിക്കാനും ഒരു ഏവറേജ് സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് ഏതൊരു വിദ്യാർത്ഥിക്കും ക്രാക്ക് ചെയ്തെടുക്കാവുന്ന ഒന്നാണ്
ടെക്നിക്കൽ എക്സാമുകൾ എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞത് എൻ്റെ അനുഭവങ്ങളും ഈ ചുരുങ്ങിയ സമയത്തിൽ എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വന്ന ചില കാര്യങ്ങളുമാണ്. ടെക്നിക്കൽ എക്സാമുകൾ നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ടെക്നിക്കൽ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായും ടെക്നിക്കൽ എക്സാമുകൾക്ക് ട്രൈ ചെയ്യണം. ടെക്നിക്കൽ ഫീൽഡിലേക്ക് തന്നെ കടന്നു വരണം. അതുകൊണ്ട് ടെക്നിക്കൽ എക്സാമുകൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്.